ശബരിമല തിരുവാഭരണ രജിസ്റ്ററിലും ക്രമക്കേട് കണ്ടെത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2019 നടത്തിയ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സ്വർണം, വെള്ളി എന്നിവയുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ല. 2019 ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ശബരിമലയിലെ സ്ട്രോങ് റൂമിലും ആറന്മുളയിൽ ശബരിമലയിലെ ഉൾപ്പെടെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ട്രോങ് റൂമിലും പരിശോധന നടത്തിയത്. ഇതിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച തിരുവാഭരണ രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിച്ചിരുന്നില്ല. അതിൽ രേഖപ്പെടുത്തിയിരുന്ന അളവുകളും സ്ട്രോങ് റൂമിലുണ്ടായിരുന്ന സാധനങ്ങളും തമ്മിൽ വലിയ അന്തരം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത് 2019 ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ്, അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു. മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിരമിച്ച ശേഷം ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തുടർച്ചയായി വന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പെൻഷൻ തടഞ്ഞു വെക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ പോയി. അപ്പോഴും ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള സ്വർണം, വെള്ളി എന്നിവ ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുടെ വിവരങ്ങൾ ഈ രജിസ്റ്ററുകളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. സ്ട്രോങ് റൂമിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയതെന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയം 2019 തന്നെ ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയതാണ്. അതിൽ തുടർ നടപടികൾ ഇല്ലാതെ പോയതാണ് വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ശബരിമലയെ വേദിയാക്കാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് ഈ ഉത്തരവും റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്.